ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പ. എല്ലാവർക്കും നമസ്കാരം. വീണ്ടും ഒരു ഓണക്കാലത്തിലേക്ക് നമ്മൾ കിടക്കുകയാണ്. അപ്പോൾ അത്തം തൊട്ട് 10 ദിവസം കേരളത്തിൽ ശരിക്കും ആഘോഷങ്ങൾ തന്നെയാണ്. പല പല സ്ഥലങ്ങളിലൊക്കെ ഓണ ആഘോഷങ്ങളും സ്ഥാപനങ്ങളിലൊക്കെ ഓണ സദ്യയുമൊക്കെ ആയിട്ട് കേരളം ഒരു ആഘോഷത്തിൻ്റെ ഒരു സമയമാണ് ഈ ഒരു അത്തം കഴിയുമ്പോൾ 10 ദിവസം, പിന്നെയുള്ള 10 ദിവസം. അപ്പോൾ ഇന്ന് നമുക്ക് ഹരിനാമകീർത്തനം, അതായത് തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ എഴുതിയ ഹരിനാമകീർത്തനം, ഭഗവാനെ ഗുരുവായൂരപ്പൻ സ്തുതിക്കുന്ന ഒരു സ്തുതിയായിട്ട് തന്നെ നമുക്കതിനെ കാണാം. അതിൽ ഒരുപാട് ഉപനിഷത്ത് തത്വങ്ങൾ അടങ്ങിയിരിക്കുന്നു. കഴിഞ്ഞ ഒരു ക്ലാസ്സിൽ ആദ്യത്തെ ഒരു പദ്യം നോക്കി. അപ്പം 66ഓളം പദ്യങ്ങളടങ്ങിയ അതാണ് ഈ ഹരിനാമകീർത്തനം. നമുക്ക് നിത്യവും ജപിക്കാൻ നല്ലതാണ്. ഒരുപാട് ഉപനിഷത്ത് തത്വങ്ങളൊക്കെ അടങ്ങിയ ഹരിനാമകീർത്തനം. അപ്പോൾ രണ്ടാമത്തെ പദ്യം നമുക്ക് നോക്കാം. ഒന്നായ നിന്നെയിഹ രണ്ടെന്നു കണ്ടളവിൽ ഉണ്ടായൊരിണ്ടൽബദമിണ്ടാവതല്ല മമ പണ്ടെക്കണക്കെ വരുവാൻ നിൻ കൃപാവലികൾ ഉണ്ടാകയെങ്കലിഹ നാരായണായ നമ. അപ്പോൾ നമ്മൾക്ക് പറഞ്ഞു തരുന്നത് നമ്മുടെ എല്ലാ പ്രയാസങ്ങൾക്കും കാരണം ഒന്ന് മാത്രം എന്നുള്ള ഈ പ്രപഞ്ചത്തിലെ സത്യത്തെ നമ്മൾ രണ്ടായിട്ടും പലതായിട്ടുമൊക്കെ കാണുന്നു. അതാണ് ഒന്നായ നിന്നെ ഇഹ രണ്ടെന്ന് കണ്ടളവിൽ ഉണ്ടായൊരിണ്ടൽ ബദമുണ്ടാവതല്ല എന്ന് പറയുന്നു. അപ്പോൾ പണ്ടേ കണക്കെ വരുവാൻ നിൻ കൃപാവലികൾ, പണ്ട് എങ്ങനെയാണോ ഉണ്ടായിരുന്നത് അത് മനസ്സിലാവുകയും അതുപോലെ വരാനും ഭഗവാന്റെ കൃപാവലികൾ ഉണ്ടാവണം എന്നുള്ളതാണ് നാരായണായ നമ. അതിൻ്റെ അർത്ഥം പറയാം. ഒന്ന് മാത്രമായിട്ട് രണ്ടല്ലാതെ വിളങ്ങുന്ന ആ ഭഗവാനെ പലതായിട്ട് വേർതിരിഞ്ഞ് കാണാൻ ഇടവന്നതുകൊണ്ട് ഉണ്ടായ ദുഃഖമാണ് മനുഷ്യൻ ഇന്ന് അനുഭവിക്കുന്നത്. അപ്പോൾ എല്ലാ ദുഃഖങ്ങൾക്കും കാരണം രണ്ട് എന്നുള്ള ഭാവമാണ്. അതായത് ദ്വിതീയാൽ ഭയം ഭവേതി എന്ന് പറയും. ദ്വിതീയാൽ ഭയം ഭവതി. കാരണം അത് നമ്മൾക്ക് ഇവിടെ എല്ലാം ഭഗവാനാണ് എന്നുള്ള ശങ്കരാചാര്യരുടെ അദ്വൈത സിദ്ധാന്തമാണ് ശരിക്കും നമ്മൾ സ്വീകരിക്കേണ്ടത്. കാരണം ഇവിടെ നമ്മൾ തന്നെ ഇപ്പോൾ നമ്മുടെ ഹിന്ദു സംസ്കാരത്തിൽ ഒരുപാട് മൂർത്തികളെ നമ്മൾ ആരാധിക്കുന്നു. അപ്പോൾ ഈ മൂർത്തികളൊക്കെ യഥാർത്ഥത്തിൽ ഗുരുക്കന്മാരാണ്. അതുകൊണ്ടാണ് അയ്യപ്പനെ ഗുരുസ്വാമി എന്നും ഗുരുവായൂരപ്പൻ അത് ഗുരു എന്നാണ് പറയുന്നത്. അതുപോലെ ദേവിയൊക്കെ ഗുരുവാണ്. നമ്മൾ ആ ഗുരു സ്ഥാനത്താണ്. ദേവിയുടെ 1000 സഹസ്രനാമങ്ങളിൽ ഗുരുമൂർത്തിർ ഗുണനിധിർഗോ അങ്ങനെയൊക്കെ ഉള്ള വാക്കുകളുണ്ട്. അപ്പോൾ ഗുരുവായിട്ടാണ് ദേവിയും നമ്മുടെ മുമ്പിലുള്ളത്. സദാശിവ സമാരംഭം എന്ന് പറഞ്ഞിട്ട് ഗുരു ആയിട്ടാണ് ശിവനെ കാണുന്നത്. അപ്പോൾ ശിവനും ഗുരുവാണ്, പിന്നെ എല്ലാ മൂർത്തികളും ഗുരുക്കന്മാരാണ്. അപ്പോൾ നമുക്ക് ഏറ്റവും നല്ലത് പറയാൻ ഗുരുഭ്യോ നമ എന്ന് പറയാം. എല്ലാ ഗുരുക്കന്മാർക്കും നമസ്കാരം. അങ്ങനെ പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ ലോകത്തിൽ കാണുന്ന എല്ലാത്തിലും ഭഗവത് സാന്നിധ്യമാണ് ശരിക്കും ഉള്ളത്. ആ ഭഗവാൻ മാത്രമാണ് ഇവിടെ എന്നും നിലനിൽക്കുള്ളൂ. പക്ഷെ നമ്മളുടെ വിചാരം എന്താണെന്ന് ചോദിച്ചാൽ ഇതെല്ലാം ഞാനുണ്ടാക്കി, ഇതെല്ലാം എൻ്റെ കഴിവാണ്, അങ്ങനെ പറയുന്നത് കൊണ്ടാണ് നമ്മുടെ എല്ലാ ദുഃഖങ്ങൾക്കും കാരണമെന്ന് ഭഗവാൻ നമുക്ക് എഴുത്തച്ഛനും നമുക്ക് മനസ്സിലാക്കി തരുന്നു. അപ്പോൾ പറയുന്നു, ഒന്നായ നിന്നെ, ഒന്ന് മാത്രമായ രണ്ടില്ലാത്ത അങ്ങയെ ഇഹ ഈ പ്രപഞ്ചത്തിൽ, ഇഹ ഇവിടെ രണ്ടെന്ന് കണ്ടളവിൽ, രണ്ടായിട്ട് ഞാൻ കണ്ടു. അപ്പോഴെന്ത് പറ്റിയതെന്ന് ചോദിച്ചാൽ ഉണ്ടായൊരിണ്ടൽ, അതുകൊണ്ടുണ്ടായ ഒരു ദുഃഖം. ഇണ്ടൽ എന്ന് പറഞ്ഞാൽ ദുഃഖം. ഇണ്ടൽ മിണ്ടാവതല്ല, പറഞ്ഞറിയിക്കാൻ വയ്യ, ബദ ആശ്ചര്യം എന്നാണ്. മമ എനിക്ക് പണ്ടേ കണക്കെ പലതായി വേർതിരിഞ്ഞ പോലെ കാണാനിടയായിരുന്നതിന് മുമ്പ് ഉണ്ടായിരുന്നത് ഒരു ഭഗവാൻ മാത്രമാണ്. അത് ഭാഗവതത്തിൽ സൃഷ്ടിയെക്കുറിച്ച് പറയുന്നുണ്ട്. അവിടെ എല്ലാം ഭഗവാനിലാണ് അടങ്ങിയിരുന്നത്. അപ്പോൾ അങ്ങനെ പലതായി പിരിയുന്നതിന് മുമ്പ് ഉണ്ടായിരുന്ന ഒരവസ്ഥയെ
എങ്ങനെയായിരുന്നുവോ അതുപോലെ വരുവാൻ അനുഭവിക്കുവാൻ നിൻ കൃപാവലികൾ അങ്ങയുടെ കാരുണ്യവർഷം എങ്കലിഹ എന്ന് പറഞ്ഞാൽ എന്നിൽ ഈ ജീവിതത്തിൽ ഉണ്ടാകണേ. ഹരിനാരായണായ നമ. പാപഹാരിയായ നാരായണ അങ്ങേക്ക് നമസ്കാരം. അപ്പോൾ ഭഗവാനോട് പ്രാർത്ഥിക്കണം. മുമ്പ് ഇവിടെ ഭഗവാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നുള്ള ആ ഒരു സത്യം ഞാൻ മറന്നതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ഒരുപാട് ദുഃഖങ്ങളും ദുരിതങ്ങളും എനിക്ക് വന്നു ചേർന്നത്. അപ്പോൾ ആ ഒരു ചിന്ത തന്നെ എന്നിലുണ്ടാക്കണേ, അങ്ങയുടെ കാരുണ്യവർഷം അതിനുണ്ടാവണേ എന്നാണ് ഈ പദ്യത്തിൻ്റെ അർത്ഥം. ഒരുപാട് തത്വങ്ങൾ അടങ്ങിയതാണ്. ഒന്നും കൂടെ കാര്യമായിട്ട് പറഞ്ഞാൽ ഓംകാരമായ പൊരുളിൽ പിന്നെ അതാണ് സത്യം. അതിൽ നിന്ന് പല ഇതും ഉണ്ടായി. അതാണ് സൃഷ്ടി എന്ന് പറയുന്നത്. ആ വിരാട് പുരുഷനിൽ നിന്ന് ഈ സൃഷ്ടി മുഴുവൻ ഉണ്ടായി എന്ന് പറഞ്ഞ് നമ്മൾ സൃഷ്ടി വർണ്ണനയെക്കുറിച്ച് ഭാഗവതത്തിലൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ പക്ഷേ എന്നാൽ സൃഷ്ടിക്ക് മുമ്പ് ഇവിടെ രണ്ട് എന്ന് പറയുന്ന ഒരു കാര്യമില്ലായിരുന്നു, ഒന്ന് മാത്രമേ ഉള്ളൂ. അതാണ് ആ ഭഗവാൻ എന്ന് പറയുന്ന ആ പ്രപഞ്ച സത്യം, ആ ബ്രഹ്മം അതാണ് ശരിക്കും ഉപനിഷത്ത് സത്യം. ആ ബ്രഹ്മത്തെയാണ് ഒന്ന് എന്ന് ഉപനിഷത്ത് പറയുന്നത്. ആ ഒന്ന് എന്ന് പറയുന്ന അതിൽ നിന്ന് രണ്ട് എന്നുള്ള ആ ഒരു ചിന്ത വന്നതുകൊണ്ടാണ് എല്ലാ ദുഃഖ ദുരിതങ്ങൾക്ക് കാരണം. അതുകൊണ്ടാണ് ശങ്കരാചാര്യരെ പോലെ ആചാര്യന്മാർ അദ്വൈത സിദ്ധാന്തം ഉയർത്തിപ്പിടിച്ചത്. കാരണം അന്ന് ശങ്കരാചാര്യർ ജീവിച്ചിരുന്ന കാലത്ത് മനുഷ്യൻ്റെ ദുഃഖ ദുരിതങ്ങൾക്ക് കാരണമെന്ത് എന്ന് അന്വേഷിച്ചപ്പോൾ മനസ്സിലായത് ഒരുപാട് ഈ ഒരു രണ്ട് എന്നുള്ള ആ ഒരു ചിന്തയിൽ നിന്നാണ് എല്ലാം വരുന്നത് എന്ന് മനസ്സിലായി. അപ്പോൾ രണ്ടില്ലാത്തത് ഒന്ന് എന്ന പരമകാരണനായ ആ ശുദ്ധ സത്വ ബോധം, ആ ശുദ്ധബോധം, അനന്ത ശുദ്ധബോധം, അതിനെയാണ് നമ്മൾ ഈശ്വരൻ എന്ന് വിളിക്കുന്നത്. ആ ഒരു ബോധം നമ്മളിൽ ഉള്ളത് കൊണ്ടാണ് നമുക്ക് ഈ പ്രപഞ്ചത്തെ അറിയാൻ കഴിയുന്നത്. ഇപ്പോൾ നമ്മൾ ബോധമില്ലാതെ കിടക്കുകയാണെങ്കിൽ നമുക്ക് പ്രപഞ്ചം എന്ന് പറയുന്ന ഒരു അനുഭവം തന്നെ നമുക്കില്ല. നമ്മൾ ആ ബോധത്തിലേക്ക് ഉണരുമ്പോൾ, നമ്മളിപ്പോൾ ഓപ്പറേഷനൊക്കെ ബോധം കെടുത്തുമ്പോൾ നമുക്ക് ഈ പ്രപഞ്ചം എന്ന അനുഭവമില്ല. അപ്പം നമുക്ക് ആ പ്രപഞ്ചം എന്ന അനുഭവം ഉണ്ടാവുന്നത് നമുക്ക് ബോധമുള്ളത് കൊണ്ടാണ്. അപ്പോൾ ആ ബോധം തന്നെയല്ലേ ഈശ്വരൻ. ആ ഒരു ചിന്തയാണ് നമുക്ക് തരുന്നത്. അങ്ങനെ ഒന്നായ നിന്നെ ഇഹ രണ്ടെന്ന് കണ്ടളവിൽ. അപ്പോൾ ഇവിടെ നമ്മൾ ഒരുപാട് പലതായിട്ടുള്ള കാണുന്ന ആ ഒരു അവസ്ഥയാണ് എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം. ഇപ്പോൾ അത് എങ്ങനെയാണ് പറഞ്ഞാൽ സ്വർണം എന്ന് പറയുന്ന ഒരു വസ്തു, അതിനെ ഉരുക്കി പല പല ആഭരണങ്ങൾ ഉണ്ടാക്കുമ്പോൾ അത് പലതായിട്ട് മാറുന്നു. എന്നാൽ യഥാർത്ഥത്തിൽ അവിടെ എന്താണുള്ളത്? ഈ ആഭരണങ്ങളൊക്കെ വീണ്ടും ഉരുക്കി പഴയതുപോലെ നമുക്ക് ആക്കാം. അപ്പോൾ അവിടുത്തെ ആ ഉണ്മ അല്ലെങ്കിൽ സത്യം എന്ന് പറയുന്ന ആ സ്വർണം എന്ന് പറയുന്ന ആ ഒരു ലോഹം മാത്രമാണ്. അപ്പോൾ പക്ഷെ നമ്മൾ ആ ഒരു ആഭരണത്തിൽ പല പല രൂപത്തിലാണ് കാണുന്നത്. നമ്മൾ കമ്മലെന്നും മാല എന്നും വള എന്നും പല പല രൂപത്തിൽ കാണുന്നു. അതുപോലെയാണ് നമ്മൾ ഈ പ്രപഞ്ചത്തിൽ പലതും കാണുന്നത്. നമ്മൾ പലതായിട്ട് കാണുന്നു, പക്ഷേ യഥാർത്ഥത്തിൽ ഇവിടെ എല്ലാം ഒന്നാണ് എന്നുള്ള ഒരു സത്യമാണ് നമുക്ക് ഋഷീശ്വരന്മാർ. അപ്പോൾ എഴുത്തച്ഛനും ഒരു ഋഷി തന്നെയാണ്. ഈ ഒരു ബോധത്തെ ശരിക്കും മനസ്സിലാക്കിയ നമ്മളിൽ ഈ അവിദ്യയാണ്, ഈ മായയാണ് എല്ലാ പ്രയാസങ്ങൾക്കും കാരണമെന്ന് നമുക്ക് മനസ്സിലാക്കി തന്നത് ആ എഴുത്തച്ഛന് ആ ഒരു പ്രപഞ്ച അനുഭവത്തെക്കുറിച്ച് ശരിയായിട്ടുള്ളൊരു ബോധമുണ്ടായത് കൊണ്ടാണ്. അപ്പോൾ പറയുന്നത് ജീവിതക്ലേശങ്ങൾക്ക് കാരണം അവിദ്യ, അസ്മിത, രാഗം, ദ്വേഷം, അഭിനിവേശം എന്നിവയാണത്ര. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ അവിദ്യ എന്ന് പറഞ്ഞാൽ മായ, നമുക്ക് ശരിയായ ഒരു കാര്യത്തെക്കുറിച്ച് അറിയാത്ത ഒരവസ്ഥയ്ക്കാണ് മായ അല്ലെങ്കിൽ അവിദ്യ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അജ്ഞാനം. ഇത് മൂന്നും ഒരേ അർത്ഥം തന്നെയാണ്. ഇനി വേറൊന്ന് രാഗം എന്ന് പറഞ്ഞാൽ ചിലതിനോടൊരു ഇഷ്ടം, അതിനെയാണ് രാഗം എന്ന് പറയുക. പിന്നെ ദ്വേഷം എന്ന് പറയുന്നത് ചിലതിനോട് അനിഷ്ടം, ചിലതിനോട് ഇഷ്ടക്കേട്, അതാണ് ദ്വേഷം.
പിന്നെ അഭിനിവേശം എന്ന് പറയുമ്പോൾ അത് മരണഭയം കൊണ്ടുണ്ടാവുന്നതാണെന്ന്. കാരണം ദേഹത്തിൽ നമ്മൾ ഒരുപാട് അഭിമാനത്തിൽ ഒരുപാട് ശ്രദ്ധ കൊടുക്കുമ്പോൾ നമുക്ക് അതിലൂടെ മരണഭയം കൂടുതലായിട്ടുണ്ടാവുന്നു. ആ ചിന്തയാണ് ശരിക്കും. അപ്പോൾ ആ മരണഭയം ഉണ്ടാവുന്നത് കൊണ്ട് ദേഹം ഒരിക്കലും നശിക്കരുത് എന്നുള്ളൊരു ചിന്തയും കൂടെ വരുന്നു. ആ ചിന്തയാണ് അഭിനിവേശം എന്ന് പറയുന്നത്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെയാണ് പിന്നെ ഞാൻ എന്ന് പറയുന്ന ഭാവം, അതാണ് അസ്മിത. അപ്പോൾ അവിദ്യ, അജ്ഞാനം, അസ്മിത, ഞാനെന്ന ഭാവം, രാഗം, ഏതിനെങ്കിലും അതിനോടൊക്കെ ഒരു ഇഷ്ടം, രാഗം, ദ്വേഷം, ഇഷ്ടക്കേട്, അതിനെയാണ് ദ്വേഷം എന്ന് പറയുക. അഭിനിവേശം മരണഭയത്താൽ ഉണ്ടാകുന്ന ദേഹത്തിനോട്, മരണഭയത്തിലൂടെ നമ്മുടെ ദേഹത്തോട് ഒരുപാട് ഒരു ഇഷ്ടം വന്നിട്ട് അതൊരിക്കലും നശിക്കരുത് എന്ന് പറയുന്ന, നമ്മുടെ ദേഹം ഒരിക്കലും നശിക്കരുത് എന്ന് പറയുന്ന ഒരു ചിന്ത വരുന്നതാണ് അഭിനിവേശം. അങ്ങനെ ഈ 5 കാര്യങ്ങളാണ് നമ്മളുടെ എല്ലാ ജീവിത ക്ലേശത്തിനും കാരണമെന്ന് ബാലകൃഷ്ണൻ നായർ ഈ ഗ്രന്ഥത്തിൽ പറയുന്നു. അപ്പോൾ പണ്ടേ കണക്കെ വരുവാൻ, അതായത് ആ അദ്വൈതമായ ആ ഒരു അവസ്ഥ, അദ്വൈതമായ ആ ഒരു ചിന്ത, ശങ്കരാചാര്യരൊക്കെ ഉയർത്തിപ്പിടിച്ച അദ്വൈത സിദ്ധാന്തം, അതാണ് പണ്ടേ കണക്കെ വരുവാൻ നിൻ കൃപാവലികൾ. അപ്പം പണ്ടേ കണക്കെ എന്ന് പറഞ്ഞാൽ ആ ഒരു പണ്ട് എന്താണോ ഇവിടെ ഉണ്ടായിരുന്നത്, വളരെ മുമ്പ് ഇവിടെ എന്താണോ ഉണ്ടായിരുന്നത്, ഭഗവാൻ മാത്രം ഉണ്ടായിരുന്നു. ഭഗവാനിൽ നിന്നാണ് ആ സൃഷ്ടി, അത് വിരാട് പുരുഷൻ വർണ്ണന ഒക്കെ നമ്മൾ ആ ഭാഗവതത്തിൽ സൃഷ്ടിയെക്കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ ജീവിതത്തിലെ എല്ലാ ദുഃഖങ്ങളും ദുരിതങ്ങളും ഉണ്ടാവാൻ കാരണം അവിദ്യയാണ്, അജ്ഞാനമാണ്. പലതിനെക്കുറിച്ചും നമുക്ക് അജ്ഞാനമാണ്. അപ്പോൾ ജീവിതത്തിൽ ജ്ഞാനം നേടിയാൽ മാത്രമേ സന്തോഷവും സുഖവും ഉണ്ടാവുള്ളൂ. അത് ഏറ്റവും വലിയൊരു തത്വമാണ്. അതുകൊണ്ടാണ് ഈ ഗ്രന്ഥങ്ങളൊക്കെ പരിചയപ്പെടണം, ഗ്രന്ഥങ്ങളൊക്കെ പഠിക്കണമെന്ന് പറഞ്ഞു. ഇപ്പം ഞാൻ തന്നെ എൻ്റെ വീഡിയോസിൽ ഒരുപാട് ഗ്രന്ഥങ്ങൾ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നു. ആ ഗ്രന്ഥപരിചയം ആണ് ഏറ്റവും ശ്രേഷ്ഠം. കാരണം നമ്മുടെ ഗ്രന്ഥങ്ങൾ പരിചയപ്പെടുകയും നമ്മളത് പഠിക്കാൻ തുടങ്ങുകയും ചെയ്യുമ്പോൾ നമ്മൾ ആ ഒരു അജ്ഞാനം നമ്മളിൽ നിന്ന് മാറുകയും, ആ അവിദ്യ അല്ലെങ്കിൽ അജ്ഞാനം അത് മാറുമ്പോൾ നമ്മുടെ ഉള്ളിൽ ആ ഒരു അജ്ഞാനം, അറിവ് അത് ഉദിക്കും. എന്താണ് അറിവ് എന്ന് പറഞ്ഞാൽ, നമ്മളെല്ലാവരുടെയും വിചാരമേ എനിക്ക് നല്ല അറിവുണ്ട്, നീ എന്നെ പഠിപ്പിക്കേണ്ട എന്നൊക്കെ പറയുന്ന ആളുകളാണ് നമ്മുടെ ലോകത്തുള്ളത്. പക്ഷേ യഥാർത്ഥത്തിലുള്ള വിദ്യ അല്ലെങ്കിൽ ജ്ഞാനം എന്ന് പറഞ്ഞാൽ ഭഗവാനെക്കുറിച്ച് പൂർണ്ണമായിട്ട് അറിയുന്നതാണ് വിദ്യ അല്ലെങ്കിൽ ജ്ഞാനം എന്ന് പറയുന്നത്. അതില്ലാത്തതാണ് അവിദ്യ അല്ലെങ്കിൽ അജ്ഞാനം. അതിനെയാണ് മാറ്റേണ്ടതുണ്ട്. അത് മാറുമ്പോൾ അദ്വൈത ഒരു സ്ഥിതി നേടാം. രണ്ടില്ല, ഒന്ന് മാത്രമേ ഉള്ളൂ. അതാണ് ഈ പ്രപഞ്ചത്തെ നിലനിർത്തുന്ന ആ ഒരു ശക്തി എന്ന് പറയുന്നത് അറിയുമ്പോൾ നമ്മൾ പല അജ്ഞാനങ്ങൾ മാറി നമ്മുടെ മനസ്സിന് സുഖവും സന്തോഷവും ഉണ്ടാവാൻ കാരണമാവുന്നു. അങ്ങനെ നമ്മൾക്ക് അതാണ് പണ്ടേ കണക്കെ വരുവാൻ. ആ പണ്ട് എന്താണ്, ഒരു അദ്വൈത ഭാവമാണ് ഉണ്ടായിരുന്നത്. ആ ഭാവത്തിലേക്ക് എത്താൻ അതാണ് പണ്ടേ കണക്കെ വരുവാൻ നിൻ കൃപാവലികൾ. ആരുടെ കൃപാവലികൾ? ഭഗവാന്റെ കൃപാവലികൾ ഉണ്ടാവണം, ഭഗവാന്റെ കാരുണ്യം ഉണ്ടാവണം. പിന്നെ ഇതെല്ലാം പഠിക്കാനും ഭഗവാന്റെ കാരുണ്യം വേണം, ഗുരുകാരുണ്യം വേണം, ഈശ്വര കാരുണ്യം വേണം. അവിടെ അഹന്തയുണ്ടെങ്കിൽ ഒരു കാരുണ്യവും ലഭിക്കില്ല. നമ്മളെയൊക്കെ ഭരിച്ചു കൊണ്ടിരിക്കുന്നത് അഹന്തയും അഹങ്കാരവുമാണ്. അപ്പോൾ പിന്നെ അതെല്ലാം മാറ്റി വയ്ക്കുമ്പോൾ ആ ഗുരു, ഈശ്വരൻ തന്നെ ഗുരുവായിട്ട് നമ്മുടെ മുമ്പിൽ അവതരിക്കുകയും നമ്മൾക്ക് വഴികാട്ടുകയും ചെയ്യുമ്പോൾ നമ്മൾ സാധനയിലൂടെയും പരിശീലനങ്ങൾ, അതാണ് സാധന, അനുഷ്ഠാനങ്ങൾ, കൃത്യനിഷ്ഠ, കൃത്യമായിട്ട് ഉണരുക, പല പാരായണങ്ങൾ, അനുഷ്ഠാനങ്ങൾ, അതിലൂടെയൊക്കെ നമ്മുടെ ഉള്ളിൽ ആ ഒരു ജ്ഞാനം, അവിദ്യ മാറി ഒരു ജ്ഞാനം ജ്ഞാനം ഉണ്ടാവുമ്പോൾ തന്നെ മാത്രമേ നമുക്ക് ആ ഒരു ഒന്നായ നിന്നേഹ രണ്ടെന്ന് കണ്ടളവിലുണ്ടായൊരു ഇണ്ടല്ല ആ ഒരു ദുഃഖം മാറുള്ളൂ. അതാണ് പറയുന്നത്. അപ്പോൾ ഈ ശ്ലോകം ഒരിക്കൽ കൂടെ ചൊല്ലാം. ഈ ഒരു ശ്ലോകം അതിൻ്റെ
അതിൻ്റെ ഒരു ഡിസ്കഷൻ ഭഗവാൻ ഗുരുവായൂരപ്പന് സമർപ്പിക്കുന്നു. എഴുത്തച്ഛൻ എന്ന മഹാഗുരുവിന് പ്രണാമം. ഒന്നായ നിന്നെ ഇഹ രണ്ടെന്നു കണ്ടളവിൽ ഉണ്ടായൊരിണ്ടൽബധമിണ്ടാവതല്ല മമ. പണ്ടേ കണക്കെ വരുവാൻ നിൻ കൃപാവലികൾ ഉണ്ടാകയെങ്കലിഹ നാരായണായ നമ. നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ. ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പ. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം തത്സത്.